നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വപ്നങ്ങളെ കുറിച്ചായിരുന്നല്ലേ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നിങ്ങൾക്കും സിമിലറായിട്ടുള്ള ഒത്തിരി അനുഭവങ്ങളുണ്ടെന്ന് ധാരാളം പേർ എന്നോട് പറഞ്ഞു. പലർക്കും ഇതുവരെ മനസ്സിലാകാതിരുന്ന പല കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിച്ചതായി പറഞ്ഞു. അതൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് നിങ്ങളോട് ഈ നാളുകളിൽ ഇതെല്ലാം പറഞ്ഞു തരുന്നതിൻ്റെ ഉദ്ദേശം ദൈവം സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകണം എന്നുള്ളതാണ്. ഹല്ലേലൂയ. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞു, സ്വപ്നങ്ങൾ 3 വിധത്തിലാണ് ഉണ്ടാകുന്നത്. ഒന്ന് ദൈവത്തിൽ നിന്ന്, ഒന്ന് നമ്മുടെ സോൾ റലത്തിൽ നിന്ന് സ്വപ്നങ്ങൾ ഉണ്ടാകുന്നു. 3 ഈവിൾ പോർട്ടൽസ് നമ്മുടെ ജീവിതത്തിൽ ഓപ്പണായിരിക്കുമ്പോൾ ഈവിൾ റലത്തിൽ നിന്ന് സ്വപ്നങ്ങൾ ഉണ്ടാകുന്നു. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത്. അത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് സംസാരിക്കുകയുണ്ടായി. ഹല്ലേലൂയ. അപ്പോൾ സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കുന്നവരായി. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ സ്വപ്നം കണ്ടാൽ ഇതെന്താണെന്ന് ചിന്തിക്കാതെ അത് വ്യാഖ്യാനിക്കുന്നവരായി തീരണം. ഓരോ സ്വപ്നവും നമ്മൾ കാണുമ്പോൾ ദൈവത്തിൽ നിന്നുള്ളതെല്ലാം മനസ്സിലാക്കി തരാൻ പരിശുദ്ധാത്മാവിന് മാത്രമേ കഴിയത്തുള്ളൂ എന്നുള്ളതാണ്. ഹല്ലേലൂയ. അപ്പോൾ അതിന് ആത്മനിറവ് നമ്മുടെ ജീവിതത്തിൽ ഈ നാളുകളിൽ വളരെയധികം ആവശ്യമാണ്. കാരണം ഓരോ സ്വപ്നം നമ്മൾ കാണുമ്പോഴും ഈ സ്വപ്നത്തിൻ്റെ അർത്ഥം എന്താണ് എന്നൊന്ന് നമ്മൾ അന്വേഷിച്ച് തിരക്കി നടക്കാതെ നമുക്ക് തന്നെ അത് മനസ്സിലാവണം. എന്ത് നിങ്ങൾ കണ്ടാലും നിങ്ങൾ ദൈവത്തോട് അത് ചോദിക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ നമുക്ക് നമ്മുടെ പഠനത്തിലേക്ക് വരാം. സ്വപ്നങ്ങളുടെ പഠനം. ഇയ്യോബ് 33-ാം അധ്യായം 14-15 വാക്യങ്ങൾ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്. 1-2 വട്ടം ദൈവം അരുളി ചെയ്യുന്നു, മനുഷ്യൻ അത് കൂട്ടാക്കുന്നില്ല താനും. അപ്പോൾ അവിടെ പറയുന്നത് ദൈവം മനുഷ്യരോട് എപ്പോഴും സംസാരിക്കാനായി ശ്രമിക്കുന്നുള്ളതാണ്. ഹല്ലേലൂയ. അപ്പൻ മക്കളോട് എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായി ശ്രമിക്കുന്നു, സംസാരിക്കാനായി ശ്രമിക്കുന്നു. പല കാര്യങ്ങളും ദൈവം എപ്പോഴും പറയാനായി ആഗ്രഹിക്കുന്നു. പക്ഷേ മനുഷ്യർക്ക് അത് മനസ്സിലാകുന്നില്ല. അല്ലെങ്കിൽ ചിലർ മനസ്സിലായാലും ദൈവത്തിൻ്റെ പാതയിലൂടെ പോകുന്നില്ല. പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ ദൈവം സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പല ശബ്ദങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മുടെ മനസ്സ് പല ശബ്ദങ്ങളാൽ നിറഞ്ഞിരിക്കുവാണ്. അപ്പോൾ ദൈവം സംസാരിക്കുമ്പോൾ ഇത് പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദമാണെന്ന് പലപ്പോഴും നമുക്ക് റിയലൈസ് ചെയ്യാനായിട്ട് സാധിക്കാതെ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രവാചകനിലൂടെ ദൈവത്തിന് സംസാരിക്കാൻ പറ്റാതെ വരുമ്പോൾ, വചനത്തിലൂടെ ഒരു പക്ഷേ നിങ്ങളെ ഡയറക്റ്റ് ചെയ്യാൻ കഴിയാതെ ഇരിക്കുന്ന സമയത്തൊക്കെയാണ് ദൈവം സ്വപ്നങ്ങളിലൂടെ മനുഷ്യനോട് സംസാരിക്കാനായി എപ്പോഴും ശ്രമിക്കുന്നത്. കാരണം ദൈവത്തിൻ്റെ മക്കളെ കൈവിട്ട് കളയാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു പക്ഷേ സ്ട്രഗിൾ ആയിട്ടുള്ള ടൈമിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരിക്കും. അപ്പോഴായിരിക്കും ദൈവം ഒരു സ്വപ്നം കാണിക്കുന്നത്. അല്ലെങ്കിൽ തെറ്റായ ഒരു റൂട്ടിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കാം. ദൈവത്തിന് നമ്മളെ ഒന്ന് വാൺ ചെയ്യണം, ഈ റൂട്ടിലൂടെ അല്ല, നിന്റെ റൂട്ട് ശരിയല്ല, ഇങ്ങോട്ടാണ് പോകേണ്ടത്. അങ്ങനെ ദൈവികമായ സ്വപ്നങ്ങൾ നമുക്ക് ഉണ്ടാകാറുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ നമുക്ക് താഴോട്ട് വായിക്കാം. അത് ന്യൂ ലിറ്റററി ട്രാൻസ്ലേഷൻ എന്നുള്ള വെർഷനിൽ നമ്മൾ വായിക്കുമ്പോൾ, ഗോഡ് സ്പീക്സ് അഗൈൻ ആൻഡ് അഗൈൻ ദോ പീപ്പിൾ ഡു നോട്ട് റിക്കഗ്നൈസ് ഇറ്റ് എന്നവിടെ കാണാം. എന്നാൽ മനുഷ്യർക്കത് മനസ്സിലാകുന്നില്ല. എല്ലാ മക്കളോടും തന്നെ ദൈവം സംസാരിക്കുന്നുണ്ട്. പക്ഷെ അത് മനസ്സിലാകാതിരിക്കുന്ന സാഹചര്യത്തിൽ അതിൻ്റെ 15-ാം വാക്യം, ഗാഢനിദ്ര മനുഷ്യർക്കുണ്ടാകുമ്പോൾ, അവൻ്റെ ശയ്യമേൽ നിദ്ര കൊള്ളുമ്പോൾ, സ്വപ്നത്തിൽ രാത്രി ദർശനങ്ങളിൽ തന്നെ അവൻ മനുഷ്യരുടെ ചെവി തുറക്കുന്നു. ഹി സ്പീക്സ് ഇൻ ഡ്രീംസ് ഇൻ വിഷൻസ് ഓഫ് ദ നൈറ്റ് വെൻ ഡീപ് സ്ലീപ്സ് ഫാൾസ് ഓൺ പീപ്പിൾ as they lie in their beds. He whispers in their ears and terrifies them with warnings. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് സ്വപ്നങ്ങളിലൂടെ ദൈവം മനുഷ്യനെ വാൺ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ. അവിടെ ഒരു പ്രധാന കാര്യം അതിൽ പറയുന്നത്, സ്വപ്നങ്ങളിലൂടെ ദൈവം നമ്മളെ വാൺ ചെയ്യുന്നു. തെറ്റായ റൂട്ടിലേക്ക് പോകാതെ ദൈവം നമ്മളെ തിരിച്ചുവിടുന്നു. അതിൻ്റെ 17-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണാം, മനുഷ്യനെ അവൻ്റെ ദുഷ്കർമ്മത്തിൽ നിന്ന് അകറ്റുവാനും പുരുഷനെ ഗർവത്തിൽ നിന്നും രക്ഷിപ്പാനും തന്നെ എന്ന് അവിടെ എഴുതിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഹി മേക്സ് ദം ടേൺ ഫ്രം ഡൂയിങ് റോങ്, ഹി കീപ്സ് ദം ഫ്രം പ്രൈഡ്. അപ്പോൾ തെറ്റായ രീതിയിലുള്ള തീരുമാനങ്ങൾ എടുത്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴായിരിക്കാം പലപ്പോഴും ദൈവം സ്വപ്നങ്ങളിലൂടെ നമ്മളോട് ഇടപെടാൻ സാധ്യതയുള്ളത്.
രണ്ടാമത്തെ കാര്യം, പല വചനങ്ങളും നമുക്ക് മനസ്സിലാകാതിരിക്കുമ്പോൾ ദൈവ സ്വപ്നങ്ങളിൽ കൂടെ ഇടപെടാറുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഒത്തിരി വചനങ്ങൾ എനിക്ക് മനസ്സിലാകാതിരുന്ന സമയത്ത് സ്വപ്നങ്ങളിലൂടെ, ദർശനങ്ങളിലൂടെ ദൈവം എനിക്ക് ആ വചനങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മളെപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ പാഠശാലയിലായിരിക്കുമ്പോൾ, നമ്മളെപ്പോഴും വചനം പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ, ദൈവം എപ്പോഴും വചനം നമുക്ക് മനസ്സിലാക്കി തരുന്ന രീതിയിൽ സ്വപ്നങ്ങളിലൂടെ നമ്മളോട് സംസാരിക്കും. ഹല്ലേലൂയ. ഒരിക്കൽ വചനത്തിൽ ജീവനുണ്ടെന്ന് ഞാൻ വായിച്ചപ്പോൾ ഒത്തിരി എനിക്ക് സംശയം തോന്നി. വചനം ജീവനുള്ളതാണ്, ചൈതന്യമുള്ളതാണ്, അങ്ങനെയെല്ലാം വായിക്കുമ്പോൾ ഈ വചനത്തിൽ എന്ത് ജീവനാണുള്ളത് എന്നെനിക്ക് സംശയം തോന്നി. ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്ന പോലെ അന്ന് കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലായിരുന്നില്ല. ഈ വചനത്തിൽ എങ്ങനെയാണ് ഈ ജീവൻ വരുന്നത് അതെനിക്ക് ഒത്തിരി സംശയമായിരുന്നു. അന്നേരം ഞാനൊരിക്കൽ ഉറങ്ങുന്ന സമയത്ത് ഞാനൊരു സ്വപ്നം കാണുകയാണ്. അന്ന് എൻ്റെ സംശയം ഇതായിരുന്നു കേട്ടോ, മനസ്സിലുള്ള സംശയം, എങ്ങനെയാണ് ഈ വചനത്തിൽ ജീവൻ ഉണ്ടാകുന്നതെന്നുള്ളത്. ഒരു വലിയ പുസ്തകം ഞാൻ കാണുവാണ്. ബൈബിളെന്ന് പറയാൻ പറ്റില്ല, വലിയൊരു ഗോൾഡൻ, വലിയൊരു ഡിക്ഷണറി പോലെയോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. അതുപോലെ ഒരു വലിയ പുസ്തകം ഞാൻ കാണുകയാണ്. നമ്മുടെ ഈ ഒരു സൈസൊക്കെ വരുന്ന വലിയ ഒരു പുസ്തകം, അതിങ്ങനെ തുറക്കുവാണ്. ഞാൻ അതിലേക്ക് നോക്കുമ്പോൾ ഇതിൽ ബൈബിളിലെ വചനങ്ങൾ അതിലിങ്ങനെ എഴുതിയിരിക്കുന്നത് എനിക്ക് വ്യക്തമായി കാണാം. പക്ഷേ എനിക്ക് അത് വായിക്കാനായി കഴിയുന്നില്ല. ഞാൻ നോക്കുന്ന സമയത്ത് ഓരോ വാക്കിൽ നിന്നും ഓരോ കുഞ്ഞു മുള ഇങ്ങനെ പൊട്ടി വരുന്നതായിട്ട് ഞാൻ കാണുവാണ് ആ സ്വപ്നത്തിൽ. ഓരോ കുഞ്ഞു വാക്കുകളിൽ നിന്നും ഓരോ കുഞ്ഞു മുകുളങ്ങൾ പൊട്ടി പുറത്തേക്ക് വരുന്നതായിട്ട് കാണുകയാണ്. അപ്പോൾ കർത്താവ് എന്നെ അന്ന് പഠിപ്പിക്കാൻ ശ്രമിച്ച കാര്യം, വചനത്തിൽ വാക്കുകൾക്കകത്ത് ജീവനുണ്ട് എന്നുള്ള കാര്യമാണ്. അത് സിമ്പിളായിട്ടുള്ള ഒരു സ്വപ്നത്തിലൂടെ ദൈവം എന്നെ പഠിപ്പിക്കാൻ ശ്രമിച്ചു. അതുപോലെ നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. ദൈവം എന്നെ എന്തെങ്കിലും ആ കാര്യങ്ങൾ പഠിപ്പിക്കാനായിട്ട് ഈ സ്വപ്നങ്ങളിലൂടെ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു സ്വപ്നം കാണുമ്പോൾ ദൈവത്തിൽ നിന്നുള്ള സ്വപ്നങ്ങളിൽ ദൈവം പല കാര്യങ്ങളെയും നമ്മളെ പഠിപ്പിക്കാനായി ആഗ്രഹിക്കും. ഹല്ലേലൂയ. ഒരിക്കൽ ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കാണുകയുണ്ടായി. കർത്താവ് എന്നെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ഞാനപ്പോൾ കാണുമ്പോൾ ആ സ്ഥലത്ത് ഒരു വീട് കാണുന്നു. പക്ഷെ ആ വീട് എനിക്ക് അറിയാവുന്ന വീടാണ്, വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഭവനമാണ്. പക്ഷെ ആ വീട് ഞാൻ കാണുന്നത് വളരെ മോശകരമായ ഒരു സാഹചര്യത്തിൽ, ഒരു പതറ്റിക് കണ്ടീഷനിലാണ് ഞാൻ ആ വീടിനെ കാണുന്നത്. ആ വീടാകെ വലയും മാറാലകളും നിറഞ്ഞ ഒരു അവസ്ഥയിൽ ഞാൻ ആത്മമണ്ഡലത്തിൽ ആ വീടിനെ കാണുകയാണ്. എന്നാൽ ശരിക്കും ആ വീടിനെ കാണുമ്പോൾ അങ്ങനെയൊന്നുമല്ല, ആള് താമസമുള്ള തൂത്തുവാരി ഇട്ടിരിക്കുന്ന ഒരു ഭവനമാണ്. എന്നാൽ ഞാൻ സ്വപ്നത്തിൽ കർത്താവ് എന്നെ ആ ഭവനത്തിലേക്ക് കൊണ്ടുപോയപ്പോൾ ആ ഭവനത്തിൽ മുഴുവനും മാറാല പിടിച്ച് വർഷങ്ങളായി ആൾ താമസമില്ലാത്ത ഒരു വീട് പോലെ ഞാൻ ആ ഭവനത്തെ കണ്ടു. ചുറ്റുപാടും കരിങ്കല്ലിൻ്റെ വലിയ ഭിത്തികളെ കണ്ടു. ഞാൻ എത്തി നോക്കിയിട്ട് എനിക്ക് ആ വീട് കാണാൻ പറ്റുന്നില്ല. എങ്ങനെല്ലാം മതിൽ കയറാൻ നോക്കിയിട്ടും കയറാൻ പറ്റുന്നില്ല. എനിക്ക് ഇന്ന വീടാണെന്നറിയാം. അന്നേരം കർത്താവ് എന്നെ ആത്മാവിൽ ഇങ്ങനെ ഉയർത്തി ആ വീടിനകത്തേക്ക് കൊണ്ടുപോയി. ആ ഒരു കാഴ്ച എനിക്ക് അവിശ്വസനീയമായ ഒരു കാഴ്ചയായിരുന്നു. പിന്നീടാണ് കർത്താവ് എന്നെ പഠിപ്പിക്കാനായിട്ടിടയായത്, ആ വീട് ആത്മമണ്ഡലത്തിൽ കാണാൻ അങ്ങനെയാണ് ഇരിക്കുന്നത്. ഞാൻ ചോദിച്ചു, കർത്താവെ, അവരെല്ലാം ക്രിസ്ത്യാനികളാണല്ലോ, അങ്ങേ ആരാധിക്കുന്നവരാണല്ലോ, പിന്നെ എന്തുകൊണ്ട് അവരങ്ങനെ കോട്ടയ്ക്കുള്ളിൽ അകപ്പെട്ടതുപോലെ ആയിരിക്കുന്നു? പിന്നെയാണ് എന്നെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കാനായിട്ടിടയായത്, ആ കരിങ്കൽ ഭിത്തി എന്ന് പറയുന്നത് പിശാച് കെട്ടിവെച്ചിരിക്കുന്ന ഒരു കോട്ടയാണ്. ഹല്ലേലൂയ. ആ വീട്ടിൽ ആരാധനയോ പ്രാർത്ഥനയോ ഇല്ല. ആ വീട്ടിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇല്ല. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇല്ലാത്ത ഒരു ഭവനം ആത്മമണ്ഡലത്തിൽ എങ്ങനെ ആയിരിക്കുമെന്ന് ദൈവം ആ സ്വപ്നത്തിലൂടെ എന്നെ പഠിപ്പിക്കുകയായിരുന്നു. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആത്മമണ്ഡലത്തിൽ ഒരു ഭവനത്തിൻ്റെ അവസ്ഥയെ കാണിക്കാൻ ആ സ്വപ്നത്തിലൂടെ ദൈവം എന്നെ സഹായിച്ചു. അങ്ങനെ പല പല കാര്യങ്ങളും ദൈവം നമ്മളെ സ്വപ്നങ്ങളിലൂടെ പഠിപ്പിക്കാറുണ്ട്. ഇനി
സംഭവിക്കാൻ പോകുന്ന പല കാര്യങ്ങളും സ്വപ്നത്തിലൂടെ ദൈവം കാണിച്ചു തരാറുണ്ട്. അതെപ്പോഴും ഒരു പ്രോഫറ്റിക് കോളിങ്ങുമായി അത് ബന്ധപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. സ്വപ്നങ്ങളിലൂടെ സംഭവിക്കാൻ പോകുന്ന ഭാവി കാര്യങ്ങൾ കാണുന്നത് എപ്പോഴും ഒരു പ്രോഫറ്റിക് കോളിങ്ങിനെയാണ് എപ്പോഴും അത് കുറിക്കുന്നത്. അപ്പോൾ അങ്ങനെ സ്വപ്നങ്ങളിൽ കാണുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് മുന്നിൽ നിങ്ങൾ സംഭവിക്കുന്നതായി കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങളൊരു പ്രോഫറ്റിക് കോളിങ്ങിലാണ്. ദൈവം നിങ്ങളെ ഒരു പ്രവാചകനായി പ്രവാചകിയായി വിളിച്ചിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഹല്ലേലൂയ. അപ്പോൾ പലരും ഫ്യൂച്ചറിൽ നടക്കുന്ന കാര്യങ്ങൾ കാണാറുണ്ട്. അതെ, ശാലിനി സിസ്റ്റർ പറയുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയണം. അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ തന്നെ നിങ്ങളുടെ ഡ്രീംസിനെ മനസ്സിലാക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഓരോ ഡ്രീം കാണുമ്പോൾ അമൃത സിസ്റ്റർ ഇതെന്താണ് അർത്ഥം എന്ന് പറയുന്നതിനേക്കാൾ നിങ്ങൾ സ്വയം അത് മനസ്സിലാക്കുന്നവരായി തീർന്നാൽ കർത്താവിന് നിങ്ങളോട് സംസാരിക്കാൻ വളരെ എളുപ്പമാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് ഈവിളായിട്ടുള്ള ഡ്രീംസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെയുള്ളവർക്ക് ഒരു ഡെലിവറൻസ് വേണമെന്ന് ഞാൻ പറഞ്ഞു. അത് പക്ഷേ ഒരു സെൽഫ് ഡെലിവറൻസ് നിങ്ങൾക്ക് പോസിബിൾ ആയില്ലെങ്കിൽ ഉറപ്പായും നിങ്ങളൊരു ഡെലിവറൻസ് മീറ്റിങ്ങിലോട്ടൊക്കെ എത്തിച്ചേരുകയും ദയവായി ഒരു ഡെലിവറൻസ് ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുകയും ചെയ്യണം. അതാണ് അങ്ങനെ നെഗറ്റീവായിട്ടുള്ള സ്വപ്നങ്ങൾ കാണുന്നവരെ പറ്റിയുള്ള എൻ്റെ ഒരു അഭിപ്രായം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒറ്റയ്ക്ക് നിങ്ങൾക്ക് പോസിബിൾ ആയില്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തേ മതിയാവും. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് വീണ്ടും വരാം. നമ്മൾ ഇയ്യോബിൻ്റെ വചനമാണ് വായിച്ചത്. സംഖ്യാപുസ്തകം 12:6 നമ്മൾ വായിക്കുമ്പോൾ, നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടെങ്കിൽ യഹോവയായ ഞാൻ അവന് ദർശനത്തിൽ എന്നെ വെളിപ്പെടുത്തുകയും സ്വപ്നത്തിൽ അവനോട് അരുളി ചെയ്യുകയും ചെയ്യും. സംഖ്യാപുസ്തകം 12:6 ഞാൻ വായിച്ചത്. ഇഫ് ദർ വെയർ പ്രോഫറ്റ്സ് എമംഗ് യു, ഐ ദ ലോർഡ് വുഡ് റിവീൽ മൈസെൽഫ് ഇൻ വിഷൻസ്, ഐ വുഡ് സ്പീക്ക് ടു ദം ഇൻ ഡ്രീംസ്. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണത്. നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടെങ്കിൽ യഹോവയായ ഞാൻ അവന് ദർശനത്തിൽ എന്നെ വെളിപ്പെടുത്തുകയും സ്വപ്നത്തിൽ അവനോട് അരുളി ചെയ്യുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, സ്വപ്നങ്ങൾ ദൈവത്തിൽ നിന്ന് അടിക്കടി ഉണ്ടാകുന്നവർ ഉറപ്പായും ഒരു പ്രോഫറ്റിക് മാൻറ്റിലുള്ളവരാണ്. ദൈവം നിങ്ങളെ അതിനുവേണ്ടി പ്രത്യേകം വിളിക്കപ്പെട്ടിരിക്കുന്നവരുമാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഇനി ഉൽപ്പത്തി പുസ്തകം 20:3 നമ്മൾ വായിക്കുമ്പോൾ സ്വപ്നങ്ങളിലൂടെ ദൈവം വാൺ ചെയ്യുന്നതായിട്ട് കാണാം. ദൈവം വാണിങ്ങിന് വേണ്ടി സ്വപ്നങ്ങളെ ഉപയോഗിക്കാറുണ്ട് എന്ന് പറഞ്ഞല്ലോ. ഉൽപ്പത്തി പുസ്തകം 20:3 നിങ്ങൾക്ക് ആ സംഭവം അറിയാമെന്ന് വിശ്വസിക്കുന്നു. അബ്രഹാമിൻ്റെ ഭാര്യയായ സാറായിയെ അബീമേലക്ക് തൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ സ്വപ്നത്തിൽ അബീമേലക്കിന് ദൈവം പ്രത്യക്ഷനായി. എന്നാൽ രാത്രിയിൽ ദൈവം സ്വപ്നത്തിൽ അബീമേലക്കിൻ്റെ അടുക്കൽ വന്ന് അവനോട്, നീ എടുത്ത സ്ത്രീയുടെ നിമിത്തം നീ മരിക്കും, അവൾ മറ്റൊരു പുരുഷൻ്റെ ഭാര്യയാണ് എന്ന് അരുളി ചെയ്യുകയാണ്. അപ്പോൾ അവിടെ ദൈവം ഒരു വാണിങ്ങിന് വേണ്ടിയാണ് ആ സ്വപ്നം അവിടെ കൊടുക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ കാണുന്ന സ്വപ്നങ്ങളെ തരം തിരിച്ചറിയാനായിട്ട് നമുക്ക് കഴിയണം. അതുകൊണ്ടാണ് ഇത് പറഞ്ഞു തരുന്നത്. ഉൽപ്പത്തി പുസ്തകം നിങ്ങളത് പിന്നീട് സമയമുള്ളപ്പോൾ അധ്യായം മുഴുവൻ വായിക്കുക കേട്ടോ. ഇപ്പം എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ വേഗത്തിൽ പോകുന്നത്. ഉൽപ്പത്തി പുസ്തകം തന്നെ 31:24 വാക്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടെ ദൈവം രാത്രി സ്വപ്നത്തിൽ ആരാമ്യനായ ലാബാൻ്റെ അടുക്കൽ വരുന്നുണ്ട്. ലാബാൻ യാക്കോബിനെ തേടി പിഞ്ചെന്ന് അവനെ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഓട്ടമാണ്. അതിനിടയിൽ ലാബാനോട് ദൈവം അരുളി ചെയ്യുകയാണ് സ്വപ്നത്തിൽ, നീ യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും പറയാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. അവിടെയും ദൈവം ഒരു വാണിങ്ങിന് വേണ്ടിയാണ് ആ സ്വപ്നത്തെ ഉപയോഗിക്കുന്നത്. ഹല്ലേലൂയ. ഇനി പുതിയ നിയമത്തിലോട്ട് നമ്മൾ വന്നാൽ ഇതിന് 1-2 സംഭവങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇനിയും ധാരാളം സ്വപ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും 1-2 നമുക്ക് മനസ്സിലാകാൻ വചനത്തിൽ നിന്ന് വേണമല്ലോ നമ്മൾ കാര്യങ്ങൾ തീരുമാനിക്കാൻ. അതുകൊണ്ടാണ് മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 1:26 ഞാൻ വിശ്വസിക്കുന്നു. ദൂതൻ സ്വപ്നത്തിൽ യോസേഫിന് പ്രത്യക്ഷനായി, നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കണ്ട എന്ന് പറയുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പം ഗൂഢമായി യോസഫ് മറിയയ്ക്ക് അപവാദം വരുത്താതിരിപ്പാനാണ് ഉപേക്ഷിക്കാനായിട്ട് ഭാവിക്കുമ്പോൾ അവിടെ വന്ന് ദൈവദൂതൻ സ്വപ്നത്തിൽ വന്നൊരു വാണിംഗ് കൊടുക്കുകയാണ്. എന്താണ് വാണിംഗ് കൊടുത്തത്?
നീ നിന്റെ ഭാര്യയെ ചേർത്തുകൊള്ളുക, നീ ശങ്കിക്കരുതെന്ന് വാണി കൊടുക്കുന്നുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം തന്നെ അതിൻ്റെ 2:12 വരുമ്പോൾ നിങ്ങളിത് നോട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നീടൊന്ന് വായിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഹെരോദാവിൻ്റെ അടുക്കൽ മടങ്ങിപ്പോകരുതെന്ന് വിദ്വാൻമാർക്ക് അരുളപ്പാടുണ്ടാകുക, സ്വപ്നത്തിൽ വാൺ ചെയ്യുകയാണ് അവിടെയും ദൈവം. അപ്പോൾ അവര് വേറെ വഴിയായി മാറിപ്പോവുകയാണ്. അതുപോലെ തന്നെ യേശുവിനെ മിസ്രൈമിലേക്ക് കൊണ്ടുപോകാൻ വീണ്ടും സ്വപ്നത്തിൽ യോസേഫിന് അവിടെ അരുളപ്പാടുണ്ടാകുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ, ഒന്ന് വാണിംഗ് ഒക്കെ തരാനായിട്ടും മനുഷ്യനെ തെറ്റായ റൂട്ടിൽ നിന്നും തിരിച്ചുവിടാനായിട്ടും ദൈവം സ്വപ്നങ്ങളെ ഉപയോഗിക്കുന്നു. 2, ഒരു പ്രോഫറ്റിക് അനോയിൻറ്റിങ്ങിൻ്റെ ഭാഗമാണ് സ്വപ്നങ്ങൾ. 3, ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന പല കാര്യങ്ങളെയും ദൈവം സ്വപ്നങ്ങളിലൂടെ വെളിപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യോസേഫ് സ്വപ്നം കാണുന്നതായിട്ട് നമുക്കവിടെ കാണാൻ കഴിയും. യോസേഫിനെ നമുക്കെല്ലാം അറിയാവുന്ന ആളാണ്. അദ്ദേഹം സ്വപ്നം കാണുക മാത്രമല്ല, സ്വപ്നം വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. ഹല്ലേലൂയ. ദൈവാത്മാവ് നിറഞ്ഞവനായിരുന്നു യോസേഫ്. ഹല്ലേലൂയ. ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു. അവനെല്ലാത്തിലും വിജയായി തീർന്ന ഒരു മനുഷ്യനായിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ അവിടെ സഹോദരന്മാരോട് തൻ്റെ സ്വപ്നം പറയുമ്പോൾ, സഹോദരന്മാർ ഭാവിയിൽ നീ രാജാവായി തീരുമോ എന്നും ഞങ്ങളെ വാഴുമോ എന്നുള്ള കാര്യങ്ങളും അവിടെ സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായി കഴിയും. 37-ൻ്റെ തന്നെ 9 മറ്റൊരു സ്വപ്നം യോസേഫ് കാണുന്നുണ്ട്. സൂര്യൻ, ചന്ദ്രൻ, 11 നക്ഷത്രങ്ങൾ അവ യോസേഫിനെ നമസ്കരിക്കുന്നതായിട്ട്. അത് ദൈവം യോസേഫിന് ഭാവിയിൽ യോസേഫ് എന്തായി തീരാൻ പോകുന്നു എന്നുള്ള കാര്യമായിരുന്നു ആ സ്വപ്നത്തിലൂടെ യോസേഫിന് വെളിപ്പെടുത്തിയിരുന്നത്. ഉൽപ്പത്തി 40:5 പാനപാത്രവാഹകനും അപ്പക്കാരനും ഫറവോൻ്റെയാണ് സ്വപ്നം കാണുന്നതായിട്ട് നമുക്ക് കാണാം. അവരുടെ ഭാവി ആ സ്വപ്നത്തിലൂടെ നിർണയിക്കപ്പെടുകയായിരുന്നു. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ ഫറവോൻ സ്വപ്നം കാണുന്നതായിട്ട് നമുക്ക് കാണാനായി കഴിയും. ഹല്ലേലൂയ. അപ്പോൾ ഫറവോൻ ഉണ്ടായ സ്വപ്നം എന്താണെന്ന് നമുക്കറിയാം. 2 വട്ടം ഫറവോൻ ഒരേ അർത്ഥമുള്ള സ്വപ്നം കാണുകയുണ്ടായി. ഒടുവിൽ യോസേഫിനെ അത് വ്യാഖ്യാനിക്കാനായി കൊണ്ടുവരുമ്പോൾ അതിൻ്റെ 32-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, ഫറവോന് സ്വപ്നം 2 വട്ടം ഉണ്ടായതോ കാര്യം ദൈവത്തിൻ്റെ മുമ്പിൽ സ്ഥിരമാകൊണ്ടും ദൈവം അതിനെ വേഗത്തിൽ വരുത്താനിരിക്കുന്ന കൊണ്ടുമാകുന്നു. ചില സ്വപ്നങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചിലർ കാണാറുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയുള്ള സ്വപ്നങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. റിപ്പീറ്റ് ചെയ്ത് കാണാറുണ്ട് ഒരേ സ്വപ്നങ്ങൾ തന്നെ, അല്ലെങ്കിൽ ഒരേ അർത്ഥം വരുന്ന സ്വപ്നങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കാണുന്നവർ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ മുമ്പിൽ അത് സ്ഥിരമായിരിക്കുന്ന കാര്യവും വേഗത്തിൽ അത് സംഭവിക്കാൻ പോകുന്ന കാര്യവുമാണ്. ഈ സ്വപ്നങ്ങളെല്ലാം കാണുമ്പോൾ തന്നെ നിങ്ങൾ ആ ഭാഗമൊക്കെ വായിച്ചു നോക്കുക. സ്വപ്നങ്ങളെ പറ്റി പഠിക്കുമ്പോൾ ഞാൻ ഈ പറയുന്ന ഭാഗം, ഞാൻ ചില വാക്യങ്ങളെ പറഞ്ഞുള്ളൂ. ആ അധ്യായം ആദ്യം മുതൽ ഒടുവിൽ വരെ ആ സ്വപ്നങ്ങളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഇത് എഴുതി വെച്ചിരുന്നിട്ട് വായിക്കുകയും പഠിക്കുകയും ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഹല്ലേലൂയ. അവിടെ നമ്മൾ നോക്കുമ്പോൾ ഫറവോൻ ഓരോ സ്വപ്നം കാണുമ്പോഴും ഉണരുന്നതായി കാണാം. പിന്നെയും ഉറങ്ങി, പിന്നെയും കണ്ടു. അങ്ങനെ ഒരു പ്രത്യേക കാര്യം അവിടെ കാണാൻ പറ്റും. ദൈവത്തിൽ നിന്ന് സ്വപ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ പെട്ടെന്ന് ഉണർത്തും. ഹല്ലേലൂയ. നമ്മൾ ഉടനെ ഉണരും. എന്നാൽ എല്ലാ സ്വപ്നങ്ങളൊന്നും കാണുമ്പോൾ നമ്മൾ ഉണരാറില്ല. ഇപ്പോൾ നമ്മുടെ ദേഹിയിൽ നിന്ന് തന്നെ നമ്മൾ സ്വപ്നം കാണുന്നവരുണ്ട്. അവരൊന്നും അങ്ങനെ പെട്ടെന്ന് നമ്മളങ്ങനെ ഉണരാറില്ല. നമ്മുടെ ചിന്താമണ്ഡലത്തിൽ നിന്ന് തന്നെ നമ്മൾ കാണുന്ന സ്വപ്നങ്ങളായതുകൊണ്ട്. എന്നാൽ ദൈവത്തിൽ നിന്നൊരു സ്വപ്നം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഉണരും. അത് പൈശാചിക മണ്ഡലത്തിൽ നിന്ന് ഉണ്ടാകുമ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട്. ഹല്ലേലൂയ. പെട്ടെന്ന് ഞെട്ടി ഉണരുന്ന, പേടിയോടെ ഞെട്ടി ഉണരുന്ന അവസ്ഥകൾ ഈവിൾ സ്വപ്നങ്ങൾ കാണുന്നവർക്കുണ്ട്. എന്തെങ്കിലും മൃഗങ്ങൾ ഓടിക്കുന്ന പോലെ തോന്നുക, പേടിപ്പിക്കുക, അങ്ങനെയൊക്കെ വരുമ്പോൾ പെട്ടെന്ന് എഴുന്നേക്കും. ഹല്ലേലൂയ. അതും പോസിബിൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. എന്നാൽ ദൈവത്തിൽ നിന്നുണ്ടാകുമ്പോഴും നമ്മൾ പെട്ടെന്ന് ഉണരും. എന്തുകൊണ്ടാണ് ദൈവം ഉണർത്തുന്നത് എന്ന് ചോദിച്ചാൽ, തീർച്ചയായും നമ്മൾ ഉണർന്ന് പ്രാർത്ഥിക്കേണ്ടതിനാണ്. നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ എഴുതി വെക്കുക. എന്താണെന്ന് നമ്മളതിനെ അനലൈസ് ചെയ്യുക, നമ്മൾ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ പലരും ചോദിക്കാറുണ്ട്, സിസ്റ്ററെ, പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് നൽകപ്പെട്ട ശേഷവും സ്വപ്നങ്ങൾക്ക് പ്രാധാന്യമുണ്ടോ? തീർച്ചയായും. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 2:17 നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വചനം അതിനകത്തുണ്ട്. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിൻ്റെ മേലും എൻ്റെ അഭിഷേകം പകരും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും,
നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണുമെന്ന് അവിടെ പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ സ്വപ്നം അവിടെയോ അന്യം നിൽക്കുന്ന ഒന്നല്ല. തീർച്ചയായും ആത്മാവിൻ്റെ പകരപ്പെടലിന് ശേഷവും സ്വപ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവിൽ ആഴമായി ബന്ധമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അധികം പരിശുദ്ധാത്മാവിന് നമ്മളെ ലീഡ് ചെയ്യാൻ കഴിയുന്നത് കൊണ്ടും ദൈവശബ്ദം നമ്മൾ കേൾക്കുന്നത് കൊണ്ടും സ്വപ്നത്തിൽ ഏറ്റക്കുറച്ചിലുകളിൽ ഉണ്ടാവാം. ഞാൻ ആദ്യകാലത്ത് ദൈവശബ്ദം കേൾക്കുന്നതിന് മുമ്പേ ധാരാളം സ്വപ്നങ്ങൾ കാണുമായിരുന്നു. ഈവിൾ റലങ്ങളുമായിട്ടൊക്കെ ഫൈറ്റ് ഉണ്ടായിരിക്കുമ്പോൾ എപ്പോഴും സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവുമായ എൻകൗണ്ടറിലേക്ക് വരുമ്പോൾ, പരിശുദ്ധാത്മാവ് ഈ സംസാരിക്കാനൊക്കെ തുടങ്ങുമ്പോൾ, കർത്താവിന് എപ്പോഴും നമ്മൾ അവൈലബിൾ ആയിരിക്കാൻ തുടങ്ങിയാൽ ആ സ്വപ്നങ്ങൾ കുറയുകയും പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, സ്വപ്നങ്ങൾ പ്രധാനമായും ദൈവത്തിന് നമ്മളോട് സംസാരിക്കാനുള്ള കാര്യങ്ങളാണ്. ഹല്ലേലൂയ. അപ്പോൾ ഇത്രയും കുറച്ച് കാര്യങ്ങളാണ് ഈ സ്വപ്നങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു തന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ സ്വപ്നങ്ങളുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചിന്തിക്കുകയുണ്ടായി. ഇന്ന് കുറച്ച് കാര്യങ്ങൾ കൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാനായിട്ട് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് തോന്നുന്നു. നമ്മൾ വെള്ളം കാണുന്നതിനെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നു. ചില സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നതിനെ പറ്റി, ഫ്ലൈയിങ് അങ്ങനെ അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നതിനെ പറ്റിയൊക്കെ കഴിഞ്ഞ എപ്പിസോഡിലോട്ട് നമ്മൾ പറഞ്ഞിരുന്നു. നിങ്ങളത് ഓർക്കുന്നുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അത് ഇന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാൻ പറ്റില്ല. കുറച്ച് കാര്യങ്ങൾ കൂടി ഒന്ന് വേഗത്തിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ചിലർ സ്വപ്നങ്ങളിൽ ഗിഫ്റ്റ് ബോക്സ് നൽകുന്ന പോലെ കാണാറുണ്ട്. ഹല്ലേലൂയ. എന്തെങ്കിലും ഗിഫ്റ്റ് ബോക്സ് നിങ്ങൾക്ക് ലഭിക്കുന്ന പോലെ കാണാറുണ്ട്. ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അത് ദൈവത്തിൽ നിന്നുള്ള കൃപാവരങ്ങളാകാം. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ ദൈവം നിങ്ങൾക്ക് നൽകുന്നതാവാം. അല്ലെങ്കിൽ ദൈവം നിങ്ങളുടെ പ്രവൃത്തിയെ അംഗീകരിക്കുന്നതാവാം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം നൽകുന്നവനെന്നും അറിയേണ്ടതല്ലേ, നമ്മൾ വിശ്വസിക്കേണ്ടതല്ലേ വചനത്തിൽ കാണുന്ന പോലെ? അങ്ങനെയാവാം. ചിലർക്ക് ഓർണമെൻറ്റ്സ് ലഭിക്കുന്നതായി കാണാറുണ്ട്. കാർഡുകൾ കാണുന്നുണ്ട്. ഓക്കെ, ഓർണമെൻറ്റ്സ് ലഭിക്കുന്നതായി കാണുന്നുണ്ട്. അതെ, കാർഡുകൾ കാണുന്നതും അത് ഒരു സ്പിരിച്വലായിട്ടുള്ള ഒരു ശരിക്കും അതൊരു മൂവ്മെൻ്റാണ്. പല കാർഡുകളും പല റെലങ്ങളിലേക്കും നിങ്ങൾക്ക് ആക്സസ് കിട്ടുന്നു. അങ്ങനെയൊക്കെ ഉള്ളതാണ് ഈ കാർഡുകൾ കാണുന്നത് എന്നാണ് പൊതുവിൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഓർണമെൻറ്റ്സ് കാണുന്നവരുണ്ട്. ഓർണമെൻറ്റ്സൊക്കെ പല പല ഓർണമെൻറ്റ്സ് ഉണ്ട്. റിങ്സ് കാണുന്നവരുണ്ട്, ഇനി കിരീടങ്ങൾ കാണുന്നവരുണ്ട്, മാലകൾ കാണുന്നവരുണ്ട്. അങ്ങനെ പല പല ഓർണമെൻറ്റ്സും നിങ്ങൾ ധരിച്ച് നിൽക്കുന്നതായിട്ടൊക്കെ കാണുന്നവരുണ്ട്. അതൊക്കെ ദൈവത്തിൽ നിന്നുള്ള ചില സ്പെഷ്യൽ അസൈൻമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ദൈവം നിങ്ങളെ ധരിപ്പിക്കുകയാണ്. അത് ദൈവിക അധികാരത്തെ കാണിക്കുന്ന ഒന്നാണ്. ദൈവത്തിൻ്റെ സമ്മാനങ്ങളാണത്. ദൈവം തരുന്ന അതോറിറ്റിയാണ്. ഓരോ റാങ്കിങ് അനുസരിച്ച് നമ്മളെ ദൈവം ധരിപ്പിക്കുന്ന ആഭരണത്തിനും നമ്മുടെ വസ്ത്രങ്ങൾക്കും ഒക്കെ മാറ്റം ഉണ്ടാകും. ഹല്ലേലൂയ. ഐ സാ എ ബിഗ് ഗോൾഡൻ കീ വൈൽ ഐ ആം പ്രേയിങ്. കീസ് എപ്പോഴും അധികാരത്തെ കാണിക്കുന്ന ഒന്ന്. ഹല്ലേലൂയ. പല ദേശങ്ങളുടെ അധികാരങ്ങൾ ദൈവം നിങ്ങൾക്ക് തരുന്നതാവാം. ആത്മമണ്ഡലത്തിലെ താക്കോലുകൾ ദൈവം നിങ്ങളെ ഏൽപ്പിക്കുന്നതാവാം. താക്കോലുകൾ എപ്പോഴും അതോറിറ്റിയെ കാണിക്കുന്ന ഒന്നാണ്. ചിലർക്ക് ചില ദേശങ്ങളുടെ താക്കോലുകൾ ദൈവം നൽകിക്കൊടുക്കും. ഇത് പ്രാർത്ഥിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഉള്ളൂ കേട്ടോ. ദൈവസന്നിധിയിലിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ദേശങ്ങളുടെ താക്കോലുകൾ ഏൽപ്പിക്കും. ചിലരുടെ ഡെലിവറൻസിൻ്റെ താക്കോലുകൾ ദൈവം ഏൽപ്പിക്കും ചിലരെ. ഹല്ലേലൂയ. ഒരിക്കൽ ഞാനിങ്ങനെ ഒരു വിഷനാണ്, അതൊരു സ്വപ്നം ആയിരുന്നില്ല, ഒരു വിഷനിൽ ഇങ്ങനെ കാണുവാണ്. ധാരാളം താക്കോലുകളുള്ള ഒരു പുസ്തകം എൻ്റെ കയ്യിൽ കർത്താവ് തന്നു. ഓരോ പേജിലും ഓരോ സംഭവങ്ങളാണ്, അതിലോരോ താക്കോലും ഉണ്ട്. ഞാൻ എങ്ങനെ നോക്കിയിട്ട് നിങ്ങൾ ഞാൻ പറഞ്ഞു തരിക, നമ്മളൊക്കെ ഈ ഫോട്ടോയൊക്കെ ഫ്രെയിം ചെയ്തിങ്ങനെ വെക്കുമല്ലോ, ആൽബം പോലെയാക്കി. അതിനകത്തൊരു കവറിങ്ങിനകത്താണ് ഈ ഫോട്ടോ ഇരിക്കുന്നത്. നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല. അസാ റിസീവിങ് ഗോൾഡ് കോയിൻ. ഓക്കെ, അതെല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അപ്പോൾ അതുപോലെ ഓരോ കവറിങ്ങിനകത്താണ് ഓരോ സംഭവങ്ങളും അതിൻ്റെ താക്കോലുകൾ. അപ്പോൾ എനിക്ക് ഈ താക്കോൽ ആക്സസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ
ഞാൻ കർത്താവിനോട് ചോദിക്കുകയാണ്, ഇതെങ്ങനെയാണ് എടുക്കേണ്ടത്? ഒത്തിരി കീസ് ഞാൻ ആ പുസ്തകത്തിനകത്ത് കാണുന്നുണ്ട്. ഓരോ പേജിലും കീയാണ് ഇരിക്കുന്നത്. ഇതെങ്ങനെ ആക്സസ് ചെയ്യണമെന്ന് എനിക്ക് അറിയുന്നില്ല. അപ്പോൾ ആക്സസ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ കർത്താവിനോട് ചോദിക്കുകയാണ്, ഇതെങ്ങനെയാണ് എടുക്കുന്നത്? അന്നേരം കർത്താവ് ഒരു ലാഡർ വെച്ച് തന്നിട്ട് ലാഡർ കാണിച്ചിട്ട് മുകളിലേക്ക് കയറി വരാൻ പറയും. ഹല്ലേലൂയ. ഇപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് ആക്സസ് ചെയ്യണമെങ്കിൽ അടുത്തൊരു സ്റ്റെപ്പ് ഞാൻ കയറിയാലേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. പലർക്കും കീസ് തരുന്നതായിട്ട് കാണും, ഉപയോഗിക്കാൻ ചിലർക്ക് പറ്റത്തില്ല. മനസ്സിലാവുന്നുണ്ട്? അതെന്തുകൊണ്ടെന്നാണ് ചോദിച്ചാൽ, കീ കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാനല്ല. കീ കിട്ടി, അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കീ ഉണ്ടാകും, പക്ഷേ നമുക്കത് ആക്സസ് ചെയ്യണമെങ്കിൽ അടുത്ത് വീണ്ടും നമ്മൾ പ്രാർത്ഥിച്ചേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. പല അധികാരങ്ങളും ദൈവം നമുക്ക് തരുന്നതായിട്ട് കാണിക്കും. ചിലർക്ക് ഈ വടി നൽകി കൊടുക്കുക, വാൾ നൽകി കൊടുക്കുക, ചിലർക്ക് പ്രീഷ്യസ് സ്റ്റോൺസ്, ചില സ്റ്റോൺസ് നൽകി കൊടുക്കുക. അതെല്ലാം കർത്താവ് ചെയ്യുമ്പോൾ നമുക്കത് കിട്ടിയെന്ന് പറഞ്ഞിരിക്കാനല്ല, അത് പ്രാർത്ഥിച്ച് അടുത്ത ലെവലിലേക്ക് നമ്മളത് കയറി വരികയും അതുകൊണ്ട് ദൈവം എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നോ അത് നമ്മൾ ചെയ്യുകയും വേണം. അതാണ് കാര്യം. ഹല്ലേലൂയ. അപ്പോൾ അടുത്ത പ്രധാനപ്പെട്ടത്, ഇത്രയൊക്കെ ദൈവം നൽകി തരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി പ്രധാനമായിട്ട് പറയാനുള്ള ഒരു കാര്യമാണ് സെക്ഷൽ ഡ്രീംസ്. ഹല്ലേലൂയ. ലൈംഗിക സ്വപ്നങ്ങൾ. ഹല്ലേലൂയ. അങ്ങനെ ഉണ്ടാകുന്നവർ ധാരാളം പേരുണ്ട്. ശരിക്കും ഒരാഗ്രഹം ഉണ്ടാവത്തില്ല അങ്ങനെ ഒരു സ്വപ്നം കാണണമെന്ന്, പക്ഷെ കാണും. അങ്ങനെയുള്ളവർക്ക് ഒരു ഡെലിവറൻസ് ആവശ്യമാണ്, 100% ആവശ്യമാണ്. ഹല്ലേലൂയ. നമ്മൾ ഇഷ്ടപ്പെടാത്ത ഒരാളായിരിക്കും ലൈംഗികമായ ഒരു അറ്റാക്ക് അവരിൽ നിന്ന് നമ്മളിലേക്ക് ഉണ്ടാകുന്നത്. സ്വപ്നത്തിലാണ് അതെല്ലാം. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന കാര്യം, അങ്ങനെയുള്ളവർക്ക് ഒരു ഈവിൾ അറ്റാക്കാണ് ഉണ്ടാകുന്നത്. അവർ ദയവായി ഒരു ഡെലിവറൻസ് പ്രോസസ്സിലൂടെ കടന്നു പോവേണ്ടതാണ്. ചിലപ്പോൾ പരിചയമുള്ള മുഖമായിരിക്കും അതിലുണ്ടാകുന്നത്, ചിലപ്പോൾ ഒരു പരിചയം ഉണ്ടാകാത്ത ആൾക്കാരായിരിക്കും. ഹല്ലേലൂയ. നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കില്ല അങ്ങനെ വേണമെന്ന്. അങ്ങനെ ഒരു ചിന്ത പോലും നമ്മുടെ മനസ്സിലില്ലാതിരിക്കുന്ന സമയത്താണ് സെക്ഷൽ ഡ്രീംസ് ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അങ്ങനെ നമുക്ക് ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതം മുഴുവനും തകർന്നു പോകുന്ന പോലെ നമുക്ക് തോന്നും. കാരണം പിശാച് അങ്ങനെയാണ്, എന്തെങ്കിലും കൊണ്ടുവന്ന് നമ്മളെ അങ്ങ് തകർക്കാനായിട്ട് അവൻ ഏതേലും വിധേനയൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. കുറച്ച് നാളുകൾക്ക് മുന്നേ ഇതുപോലെ സെക്ഷൽ ഡ്രീമിലൂടെയൊക്കെ കടന്നു പോകുന്ന ചില സഹോദരിമാർക്ക് വേണ്ടിയൊക്കെ ഡെലിവറൻസ് ഒക്കെ ചെയ്യാനും അവരുമായിട്ട് കൗൺസിലിങ്ങിനൊക്കെ ഇരിക്കാനും കർത്താവ് എന്നെ സഹായിച്ചപ്പോഴാണ് അതുമായിട്ട് ഡീപ്പായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനായിട്ട് പരിശുദ്ധാത്മാവ് എന്നെയും സഹായിച്ചത്. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെയൊക്കെ കാണുന്നവർ, നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും, സ്വയം നിങ്ങൾക്കൊരു ഡെലിവറൻസിലേക്ക് പ്രാർത്ഥിച്ച് വരാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒരു ഡെലിവറൻസ് പ്രോസസ്സിലൂടെ കടന്നു പോകേണ്ടതാണ്. ദൈവം നിങ്ങൾക്ക് അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്ന ഒരു ഡെലിവറൻസ് മിനിസ്ട്രിയെ ദൈവം തന്നെ കണക്ട് ചെയ്യും. ഹല്ലേലൂയ. അതുവഴി നിങ്ങൾക്ക് ആ ഒരു ഡെലിവറൻസിലേക്ക് കയറി വരാനായിട്ട് സാധിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനായിട്ട് ഒത്തിരി കാരണങ്ങളുണ്ടാവും. ഒരു പക്ഷേ പാരമ്പര്യമായി വരുന്നതാവാം, അല്ലെങ്കിൽ പലരുടെയും. ഞാൻ ഒരു സഹോദരനെ ഒരു ദിവസം സംസാരിക്കുമ്പോൾ എപ്പോഴും സെക്ഷൽ ഡ്രീംസ് എപ്പോഴും തനിക്ക് ഉണ്ടാവും. ലൈംഗികമായി ആരൊക്കെയോ തൻ്റെ കൂടെ വന്ന് കിടക്കുക, അവർ തൻ്റെ ശരീരം പങ്കിടുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണുവാണ്. അപ്പോൾ അങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ മനസ്സിലായി അദ്ദേഹം ഒത്തിരി മോശപ്പെട്ട വീഡിയോസ് കാണുന്ന ആളായിരുന്നു. ഹല്ലേലൂയ. ഒത്തിരി മോശപ്പെട്ട വീഡിയോസ് കാണും. പിന്നീട് അയാൾ റിപ്പൻ്റ് ചെയ്തൊക്കെ വന്നു. പക്ഷേ പിശാചിന് അദ്ദേഹത്തിൽ നിന്നും ഒഴിഞ്ഞു പോകാനായിട്ട് അതുവരെയും കഴിഞ്ഞിട്ടില്ല. കാരണം ലീഗൽ റൈറ്റ്സ് അന്നും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് സെക്ഷൽ ഡ്രീംസ് ആ സഹോദരൻ കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ പതിയെ മാത്രം ദൈവസന്നിധിയിലേക്ക് അടുത്തടുത്ത് വന്നപ്പോഴാണ് പിശാചിൻ്റെ പിടി വിടുവാനായിട്ട് ഇടയായത്. അതിൽ നിന്നൊക്കെ തനിക്ക് ഡെലിവറൻസ് കിട്ടാനായിട്ട് ഇടയായിത്തീരുന്നു. അപ്പോൾ അതുപോലെയൊക്കെ സ്വപ്നങ്ങൾ ഉണ്ടാകുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അത് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനും അതിൽ നിന്നൊക്കെ വിടുതൽ ലഭിക്കാനും ദൈവം സഹായിക്കും. ഒരിക്കലും നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതായിട്ട് സ്വപ്നത്തിൽ കാണുന്നവരുണ്ട്. അത് നമ്മൾ ശരിക്കും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, നമ്മളത് ചെയ്യുന്നത് കാണുന്നതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു നിരാശയുണ്ടാകും. അപ്പം അങ്ങനെയുള്ള സ്വപ്നങ്ങൾ തീർച്ചയായും യേശുവിൻ്റെ നാമത്താൽ, യേശുവിൻ്റെ രക്തത്താൽ നിങ്ങൾ ബ്രേക്ക് ചെയ്യണം. അത് നമുക്ക് നിരാശ, ഇപ്പോൾ അടുത്ത കാര്യം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിരാശ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ സ്വപ്നങ്ങൾ കാണുക. അങ്ങനെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്ന വ്യക്തിയാണെങ്കിൽ യേശുവിൻ്റെ നാമത്താലും യേശുവിൻ്റെ രക്തത്താലും അതിനെ ബ്രേക്ക് ചെയ്യണം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ.
ഇനി ചിലർ കാണും ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്യുന്നതായിട്ട് കാണും. എന്തെങ്കിലുമൊക്കെ നിങ്ങളിങ്ങനെ നിർമ്മിച്ചു കൊണ്ടുവരുന്ന പോലെയൊക്കെ കാണുക. അങ്ങനെ കാണുന്നവരുണ്ട്. ആരെയും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. അവരെ ദൈവം സഭ പണിയാനായിട്ട് വിളിച്ചിരിക്കുകയാണ് കേട്ടോ. നിങ്ങളുടെ മേൽ ശക്തമായ ഒരു വിളിയുണ്ട്. അതാണ് ദൈവം അങ്ങനെ കാണിക്കുന്നതിൻ്റെ ഉദ്ദേശം. ചില പുതിയ കാര്യങ്ങളിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പം അങ്ങനെ കാണുന്നവർക്ക് അത് മനസ്സിലാവില്ല. അതുകൊണ്ട് ചിലരിങ്ങനെ ഡീപ്പായിട്ടുള്ള പിറ്റിലേക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നത് കാണും. ബോട്ടംലെസ് പിറ്റിലേക്കൊക്കെ ഇങ്ങനെ വീണ് പോകുന്ന പോലെ കാണുക. അങ്ങനെ കാണുന്നവരുണ്ടോ എന്ന് അറിയത്തില്ല. ഞാനൊക്കെ ഒത്തിരി പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു ഇരുട്ടിലങ്ങ് വന്ന് വീണ് പോകുന്ന പോലെ തോന്നും. എവിടെയോ ഇറങ്ങിപ്പോകുന്ന പോലെ തോന്നും. കുഴിക്കകത്ത് വീഴുന്ന പോലെ തോന്നുക. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് തീർച്ചയായും ഒരു ഡെലിവറൻസാണ്. ബിൽഡിങ്ങിനെ കണ്ടു. അത് തന്നെ ബിൽഡിങ് കാണുന്ന. അപ്പം അങ്ങനെയുള്ളവർക്ക് ഒരു ഡെലിവറൻസ് ആവശ്യമാണ്. പരിശുദ്ധാത്മാവിൻ്റെ സഹായം ആവശ്യമാണ്. ഹല്ലേലൂയ. അങ്ങനെ ഒരു വീഴ്ച, ഇരുട്ടിൽ വീണ് പോകുന്ന പോലെയൊക്കെ കാണുന്നവർക്ക്. ഇനി ഡ്രീംസ് റിലേറ്റഡ് ടു കോളിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ചില ഡ്രീംസിനെ ഞാൻ പറയാൻ പോവാണ്. യാത്രകൾ സ്വപ്നം കാണുന്നവർ, ഞാൻ കഴിഞ്ഞ ദിവസം അത് പറഞ്ഞിരുന്നു. ദീർഘദൂര യാത്രകൾ എപ്പോഴും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഇവാഞ്ചലിസ്റ്റ് കോളിംഗ് ആണ് അവർക്കുള്ളത്. മേപ്പൊക്കെ കാണും. നമ്മുടെ ഇന്ത്യയുടെ മേപ്പ്, ചില സംസ്ഥാനങ്ങളുടെ സ്ഥലങ്ങൾ മേപ്പിലൊക്കെ ദൈവം ഇങ്ങനെ കാണിക്കും. ഞാൻ ഒത്തിരി പ്രാവശ്യം പല സ്ഥലങ്ങൾ, നോർത്ത് ഇന്ത്യയുടെ പല ഏരിയാസൊക്കെ അങ്ങനെ കാണാറുണ്ട്. ഇവർക്കൊക്കെ ഇവാഞ്ചലിസ്റ്റിൻ്റെ ഒരു കോളിംഗ് ഉള്ള ആൾക്കാരാണ്. ഇനി മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതായിട്ട് നിങ്ങൾ കാണുക. നിങ്ങൾ സ്കൂളിൽ കുറച്ച് സ്റ്റുഡൻസ് ഇരിക്കുവാണ്, നിങ്ങളവരെ പഠിപ്പിക്കുന്നതായിട്ടൊക്കെ കാണുവാണ്. അങ്ങനെ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ടീച്ചറിൻ്റെ കോളിംഗ് ഉള്ള ആൾക്കാരാണ്. ഇനി ആടുകൾ കാണുക, ആട്ടിൻ കൂട്ടത്തെ കാണുക, നിങ്ങളുടെ ചുറ്റും ആളുകൾ കൂടിയിരിക്കുന്നത് കാണുക, അങ്ങനെയൊക്കെ കാണുന്ന ഒരു പാസ്റ്ററൽ കോളിംഗ് ആണുള്ളത്. ഒരു പാസ്റ്ററിൻ്റെ കോളിംഗ് ആണ് അവർക്കുള്ളത്. ഹല്ലേലൂയ. അതൊരു പരിപാലനത്തിൻ്റെ വരമാണ് ദൈവം കാണിക്കുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മറ്റുള്ളവരെക്കുറിച്ച് നമ്മളെ സ്വപ്നങ്ങൾ കാണിക്കുകയും അത് സംഭവിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് പ്രോഫറ്റിക് കോളിനെയാണ് കാണിക്കുന്നത്. പ്രോഫറ്റിക് കോൾ. ഇനി നമ്മൾ സ്വപ്നത്തിൽ കരഞ്ഞു പ്രാർത്ഥിക്കുന്നതൊക്കെ നമ്മൾ കാണുകയാണെങ്കിൽ തീർച്ചയായും ഒരു പ്രാർത്ഥനയുടെ ഒരു അഭിഷേകമാണ് നിങ്ങൾക്കുള്ളത്. ദൈവം അങ്ങനെ ഒരു ജീവിതം, അങ്ങനെ ഒരു പ്രാർത്ഥനാ ജീവിതം, അതിനുവേണ്ടിയുള്ള അനോയിൻറ്റിങ് നിങ്ങൾക്ക് പകർന്നു തരാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇനി ദൈവവും പിശാചുമായിട്ടൊക്കെ ഉള്ള ഡയറക്റ്റ് എൻകൗണ്ടറുകൾ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഒരു അപ്പോസ്തലിക് കോളിംഗ് ആണുള്ളത്. ഹല്ലേലൂയ. പിശാചും നിങ്ങളുടെ അടുത്ത് ഇറങ്ങി വരും, ദൈവത്തിൻ്റെ ദൂതന്മാർ വരും, കർത്താവുമായിട്ട് എൻകൗണ്ടറുകൾ നിങ്ങൾക്കുണ്ടാകും. ഒപ്പം പിശാചും വിടത്തില്ല, അവനും വരും. അങ്ങനെയൊക്കെ ഉണ്ടാകുന്നതാണെങ്കിൽ ഒരു അപ്പോസ്തലിക് കോളിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ അതൊക്കെ കുറച്ചുകൂടി ഒന്ന് മെച്യൂരിറ്റി, എന്തോ പറയുക, ശരിക്കും ഒരു വളർച്ചയിലോട്ടൊക്കെ വരുമ്പോഴേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. ഇനി ഇവിടെ ആരോ ചോദിച്ചു, മരിച്ചവരെ സ്വപ്നം കാണുന്നത് അത്ര നല്ല ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഹല്ലേലൂയ. കാരണം അവർക്ക് പലപ്പോഴും ഡെലിവറൻസ് വേണ്ടി വന്നിട്ടുണ്ട്. അവർക്കൊരു ഡെലിവറൻസ് വേണ്ടി വരുന്ന പല മേഖലകളും ഉണ്ട്. അപ്പോൾ ഒരിക്കലും ഒരു സഹോദരി എന്നെ ഇങ്ങനെ വിളിച്ചു, സിസ്റ്റർ എപ്പോഴും മരിച്ചവരെ സ്വപ്നം കാണുന്നു, പിന്നെ ഞാൻ ഈ ശവപ്പറമ്പിലൊക്കെ നടക്കുന്നതായിട്ട് കാണുന്നു. ഇതൊക്കെ ശരിക്കും ഒരു വിച്ച് ക്രാഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ട അനുഭവങ്ങളാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ വേറൊരു തലം എന്ന് പറഞ്ഞാൽ മരിച്ചവരെ കണക്ട് ചെയ്തിരുന്ന പൈശാചിക മണ്ഡലങ്ങൾ നമ്മിലോട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കുന്നതും ഒരു കാരണമാകാം അവരെ സ്വപ്നം കാണാനായിട്ട്. പിന്നെ ഇൻ ക്രൈസ്റ്റിൽ മരിച്ചവരെ ആരെയും നിങ്ങൾ കാണില്ല. തീർച്ചയാണ് കർത്താവിൽ വീണ്ടും ജനിച്ച് മരിച്ച് അടക്കപ്പെട്ടവർ ആരെയും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഹല്ലേലൂയ. അതങ്ങനെ ആണ്. ഒരു സിസ്റ്റർ ഒരിക്കൽ മരിച്ചവർക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം അവരെ ചർച്ചിൻ്റെ സിസ്റ്റത്തിൽ അങ്ങനെ ഉണ്ട്, മരിച്ചവർക്ക് പ്രാർത്ഥിക്കണം. അവരിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ വന്നപ്പോൾ അവർ നിരന്തരം മരിച്ചവരെ സ്വപ്നം കാണുമായിരുന്നു. ഞാനിങ്ങനെ ഒടുവിൽ ചോദിച്ചു വന്നപ്പോഴാണ്, സിസ്റ്ററെ ഞാൻ ഈ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞത്. ദയവായി നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. അങ്ങനെയൊക്കെ ഉള്ളവരാണ് കൂടുതൽ ഈ മരിച്ചവരെയൊക്കെ സ്വപ്നം കാണുന്നത്. ഹല്ലേലൂയ. മരിച്ചുപോയ വ്യക്തികളുമായി കണക്ട് ചെയ്ത് നിൽക്കുന്ന ചില പാരമ്പര്യമായ ശാപങ്ങൾ കാണാം. അതിലൂടെ പിശാചിന് അവരുടെ ജീവിതത്തിൽ അവകാശങ്ങൾ ലഭിച്ചിട്ടുണ്ടാകാം. ഇത് നിങ്ങളിലേക്കും അവൻ ആ സീഡ് ഇടാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവാം. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് കൂടുതലും ഇങ്ങനെയുള്ള സ്വപ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങളതൊന്ന് മനസ്സിലാക്കുക, അതിൽ നിന്നൊരു ഡെലിവറൻസോടെ പുറത്തു വരാനായിട്ട് ശ്രമിക്കുക. ഹല്ലേലൂയ.
കുറേ ആൾക്കാർ വണ്ടിയിലിരിക്കുന്നു, ആ വണ്ടി ഓടിക്കുന്നത് ഞാനാണ്, പക്ഷേ ആ വണ്ടിക്ക് ബ്രേക്കില്ല. ഈ വണ്ടി ഓടിക്കുന്നത്, യാത്രകളൊക്കെ കാണുന്നത്, തീർച്ചയായും ഞാൻ പറഞ്ഞല്ലോ, യാത്രകളൊക്കെ നമ്മുടെ കോളിങ്ങുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ധാരാളം പേരെ നിങ്ങൾ വഹിച്ചു കൊണ്ടുപോകുന്നതായി കാണുക, ബസ് ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോവുക, ഒത്തിരി പേരെ നിങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്ന് പിക്ക് ചെയ്തെടുക്കുന്നത് കാണുക. ഇതൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ കോളിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ധാരാളം ആത്മാക്കളെ കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരും. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. സ്വപ്നങ്ങൾ കാണുന്നവരല്ല, സ്വപ്നങ്ങൾ ഓക്കെ. അടുത്ത കാര്യം, ഒത്തിരി പേർ കാണുന്ന ഒരു സ്വപ്നമാണ് വിളഞ്ഞ നെൽപ്പാടങ്ങൾ കാണുന്ന ധാരാളം പേരുണ്ട്. ഞാനും കണ്ടിട്ടുണ്ട്. ധാരാളം കതിരുകൾ ഉയർന്നു വരുന്നതായിട്ട്. ഒരിക്കൽ ഞാനിങ്ങനെ ഒരു സ്വപ്നം കാണാനായിട്ടിടയായി. ഒരു വളരെ മരുഭൂമിയായ ഒരു പ്രദേശം വിണ്ട് കീറിയിരിക്കുകയാണ്. ഞാൻ അവിടെ പോയി നിൽക്കുമ്പോൾ പെട്ടെന്ന് മഴ പെയ്യുകയും ആ മരുഭൂമിയിൽ നിന്ന് കതിരുകളോടുകൂടി ചെടികൾ പൊങ്ങി വന്ന് നിറയുകയും അതെല്ലാം കൊയ്ത്തിന് പാകമായി നിൽക്കുകയും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതെല്ലാം കോളിങ്ങുമായിട്ട് ദൈവം കാണിക്കുന്ന സ്വപ്നങ്ങളാണ്. നമുക്കപ്പോൾ അത് കുറച്ച് മനസ്സിലാവുന്നുണ്ടല്ലോ. അങ്ങനെ നെൽക്കതിരുകൾ കാണുന്നത്, ഒരു കൊയ്ത്തിനെ കാണുന്നതൊക്കെ. അപ്പോൾ കൊയ്ത്ത് വളരെ ഉണ്ട്, സത്യം, വേലക്കാരോ ചുരുക്കം. അപ്പോൾ ഇങ്ങനെയൊക്കെ സ്വപ്നങ്ങൾ കാണുമ്പോൾ നമുക്കത് മനസ്സിലാവണമെങ്കിൽ നമ്മൾ വചനമൊക്കെ ഇത്തിരി കുറച്ച് അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് നമുക്കത് മനസ്സിലാകുന്ന കാര്യം തന്നെയാണ്. ഹല്ലേലൂയ. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. സ്തോത്രം. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. സ്പിരിച്വൽ അറ്റാക്ക് ഒക്കെ ഉള്ളവർക്ക് ബന്ധിക്കപ്പെട്ടിരിക്കുന്നതായി കാണുക, ആരെങ്കിലും ഓടിക്കുന്നതായി കാണുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. അപ്പം അങ്ങനെയുള്ളവർക്കെല്ലാം ഒരു ഡെലിവറൻസ് വേണ്ട ഒരു മേഖലയാണ്. ചിലർ ഈ ലാഡറൊക്കെ കാണുന്നവരുണ്ട്. ഇവിടെ ദൈവം ഒരു സ്പിരിച്വൽ ഗ്രോത്തിന് വേണ്ടി വിളിക്കുകയാണ്. ഞാൻ നേരത്തെ എൻ്റെ ഒരു എൻകൗണ്ടർ പറഞ്ഞിരുന്നല്ലോ. പിന്നെ ചിലരുടെ മുമ്പിൽ ചിലർ കഴിഞ്ഞ ആഴ്ച ചോദിച്ചിരുന്നു, പർവ്വതങ്ങൾ കാണുന്നത് എന്താണെന്ന് ചോദിച്ചിരുന്നു. ചില മല പോലെ നിൽക്കുന്ന, അത് നിങ്ങളുടെ ജീവിതത്തിലുള്ള പിശാച് വെച്ചിരിക്കുന്ന ചില ബ്ലോക്കുകളും ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഹല്ലേലൂയ. ഈ മല പോലെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അപ്പുറത്തെ സൈഡിൽ എത്താനായിട്ട് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ പിശാച് വെച്ചിരിക്കുന്ന ഒരു അറ്റാക്കാണത്. അതിനെ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് എത്താനായിട്ട് കഴിയുന്നു, ഓക്കെ, നിങ്ങൾ ആ മലയുടെ മുകളിൽ കയറുന്നതായിട്ട് കാണുന്നതാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ ആ ഒരു സ്ട്രഗിളിലാണ്, നിങ്ങളത് എത്തിച്ചേരാനായിട്ട് നിങ്ങൾ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ചിലർ കാണും അതിൻ്റെ മുകളിൽ നിങ്ങൾ എത്തുന്നതായി കാണും, എങ്കിൽ നിങ്ങൾ ആ യുദ്ധത്തിൽ ജയിക്കും. അതാണ് അതിൻ്റെ അർത്ഥം. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. വീട് മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നത് കാണുക, അത് ദൈവികമായ സന്തോഷവും സമാധാനവും ഒക്കെ ദൈവം തരുന്നതിൻ്റെ സിമ്പലായിരിക്കാം. ഹല്ലേലൂയ. വലിയ ആഘോഷങ്ങൾ പോലെ കാണുക, അതൊക്കെ ദൈവികമായ അനുഗ്രഹങ്ങളുടെ സിമ്പൽ തന്നെയാണ്. ഹല്ലേലൂയ. സ്തോത്രം. ചർച്ചൊക്കെ കാണുക, ചർച്ചൊക്കെ കാണുന്നതൊക്കെ തീർച്ചയായും നിങ്ങളുടെ കോളിങ്ങിൻ്റെ ഭാഗമാണ്. ഹല്ലേലൂയ. പല ചർച്ചകളെയും ദൈവം കാണിക്കും, പല വ്യക്തികളെയൊക്കെ കാണിക്കുന്നെങ്കിൽ ചില വ്യക്തികളെ ദൈവം കാണിക്കും. ചിലപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിരിക്കും. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. ആ വ്യക്തിയുടെ സാഹചര്യം എന്താണ്, അങ്ങനെയൊക്കെ മനസ്സിലാക്കി അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രഗ്നൻസി, ഡെലിവറി, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കുറച്ചൊക്കെ പറഞ്ഞിരുന്നു. അതൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഫ്ലൈറ്റിൽ പോകുന്ന കാണുന്ന യാത്രകൾ, അതെല്ലാം യാത്രകളിൽ ബന്ധപ്പെട്ട കാര്യമാണ്. ഹല്ലേലൂയ. യാത്രകൾ ഏതിൽ പോകുന്നതായാലും യാത്രകളൊക്കെ നമ്മുടെ സുവിശേഷ പ്രവർത്തനം, ആ വിളിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഏകദേശ കാര്യങ്ങളും ഞാനിപ്പോൾ പറഞ്ഞു. ചിലർ ഡോറുകൾ കാണും, അതൊക്കെ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞോന്ന് ഞാൻ ഓർക്കുന്നില്ല. ചില ഡോറുകൾ കാണും, പുതിയ ഗേറ്റ് വേസ് ദൈവം നിങ്ങൾക്ക് തുറന്നു തരുന്നു, പുതിയ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കാം ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. മിക്കവാറും പേരുടെ സ്വപ്നത്തിൽ കർത്താവ് വാൺ ചെയ്യാനായിട്ടൊക്കെ ആഗ്രഹിക്കും. നിങ്ങളത് മനസ്സിലാക്കുക. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ ഒത്തിരി പ്രാവശ്യമൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പല മേഖലകളിലും കൂടെയൊക്കെ കടന്നു പോകുന്ന സമയത്ത് ഇതല്ല അതാണ് വഴിയെന്ന് കൃത്യമായി ദൈവം എന്നെ തിരിച്ചുവിടാൻ സ്വപ്നങ്ങൾ എന്നെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മളൊന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിനൊക്കെ ബ്രേക്ക് ചെയ്യേണ്ടതിനെ ബ്രേക്ക് ചെയ്യുക,
ദൈവികമാണെങ്കിൽ അതനുസരിച്ച് മുന്നോട്ട് പോവുക. ചില വാഗ്ദത്തങ്ങൾ ദൈവം നമ്മളോട് പറയുന്നെങ്കിൽ അതിനു വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെയെല്ലാം ഈ നാളുകൾ ചെയ്യുക. ചില സ്വപ്നങ്ങൾ കാണുമ്പോൾ ദൈവശബ്ദം കൂടി നമ്മൾ കേൾക്കും. മിക്കവാറും എല്ലാ സ്വപ്നങ്ങളിൽ തന്നെ ദൈവശബ്ദം ഉണ്ടാകും. ചിലതിൽ ശബ്ദം ഉണ്ടാകാറില്ല. ഇപ്പം എല്ലാത്തിലും ശബ്ദം ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ ചിലതിലില്ല. ചിലതിൽ തീർച്ചയായും ദൈവം സംസാരിക്കുക കൂടി ചെയ്യും. ഹല്ലേലൂയ. അപ്പം അതെല്ലാം നമ്മൾ ഈ നാളുകളിൽ മനസ്സിലാക്കുക. നമ്മളത് എഴുതി വയ്ക്കുകയും അതെന്താണെന്ന് ചിന്തിക്കുകയും ഒക്കെ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താണ് ദൈവം സംസാരിക്കുന്നതെന്ന് മനസ്സിലാകും. എല്ലാറ്റിനേക്കാളേറെ നിങ്ങൾ പരിശുദ്ധാത്മാവുമായി ഒരു എൻകൗണ്ടറിനെ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ഡയറക്റ്റ് പറയുന്നത് കേൾക്കാനായി കഴിയും. കർത്താവ് നിങ്ങളെ അതിനെ സഹായിക്കും. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്.